Okay, outsourcing ആണ്. It refers to business organization concentrate of their core activities and outsource other service to specialized agencies. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്കുള്ള മെയിൻ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യും, മറ്റ് ആക്ടിവിറ്റികൾ അവർ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യും. കാരണം ബിസിനസ്സിൽ ലാഭം വർദ്ധിപ്പിക്കാനുള്ള മേഖലയെക്കുറിച്ച് മാനേജ്മെൻറ്റ് തിങ്ക് ചെയ്യും. അവർ മറ്റേ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചോ അക്കൗണ്ട്സ് കറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ആയിരിക്കും ചെയ്യുന്നതാണ് പറയുന്നത്. The service which are commonly outsourced are financial services. കോമൺ ആയിട്ട് അവർ ചെയ്യുന്ന ഔട്ട്സോഴ്സ് വർക്കുകളാണ് പറയുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ സർവീസസ്, അഡ്വർടൈസ്മെൻറ്റ് സർവീസസ്, കൊറിയർ സർവീസസ്, വെയർ ഹൗസിങ്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതൊക്കെ ഔട്ട്സോഴ്സിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സർവീസ് കാണും. അപ്പോൾ അത് ഔട്ട്സോഴ്സ് വർക്ക് ആയിരിക്കും. ഏതെങ്കിലും ഏജൻസികളല്ലേ നമ്മുടെയൊക്കെ വീട്ടിൽ വന്ന് ചെയ്ത് ശരിയാക്കിയിട്ട് പോകുന്നത്. ഇതെല്ലാം ഔട്ട്സോഴ്സിങ് വർക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ മെയിൻ ആക്ടിവിറ്റി ബിസിനസ്സിനെ സെയിൽസ് വർദ്ധിപ്പിക്കുക, അതുവഴി ലാഭം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അവരതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും ബിസിനസ് സ്ഥാപനങ്ങൾ. അപ്പോൾ അവർക്കുള്ള സബ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റികളെല്ലാം അവരെന്ത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സബായിട്ട് വരുന്ന ആക്ടിവിറ്റികളാണ് ഏതൊക്കെ? ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസസ്, അതിനകത്ത് ഫിനാൻഷ്യൽ പ്ലാന്, ഷെയർ ഇഷ്യൂ ചെയ്യുക, ഡിവിഡൻസ് ഇഷ്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യും. അഡ്വർടൈസ്മെൻറ്റ് സർവീസ് ഉണ്ട്, പരസ്യം കൊടുക്കണമല്ലോ. അപ്പോൾ മെസ്സേജ് ഡിസൈൻ ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ അവർ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. മീഡിയാസ് ചെയ്ത് വേണം ആയിരിക്കും. പിന്നെ കൊറിയർ സർവീസ് ഉണ്ട്, മെയിലിംഗ്, ലെറ്റേഴ്സ്, പാഴ്സൽ, ഇതെല്ലാം ഔട്ട്സോഴ്സ് ആയിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ ഔട്ട്സോഴ്സിങ്ങിൽ വരുന്നതാണ്. പ്രൊവൈഡിങ് വേരിയസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അതായത് റോഡാണോ റെയിലാണോ എയർ ആണോ എന്നൊക്കെ അവർ ഔട്ട്സോഴ്സ് ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി. പിന്നെ വെയർ ഹൗസിങ്, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതെല്ലാം ഔട്ട്സോഴ്സിങ് ആണ്. അപ്പം നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യും, മറ്റ് ആക്ടിവിറ്റികൾ ഔട്ട്സോഴ്സ്, പുറത്തുള്ളവരെ കൊണ്ട് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുകയാണെന്നാണ് ഔട്ട്സോഴ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നീഡ് ഓർ ബെനിഫിറ്റ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഔട്ട്സോഴ്സിങ്. ഇതിൻ്റെ നേട്ടം എന്താണ്, ഇങ്ങനെ ചെയ്തുകൊണ്ട് കമ്പനിക്ക് എന്താണ് ബെനിഫിറ്റ്? ഒന്ന്, ഫോക്കസിങ് അറ്റൻഷൻ. അതായത് ഔട്ട്സോഴ്സിങ് ഹെൽപ്പ് ദ ബിസിനസ് ടു ഫോക്കസ് ഓൺ ഇറ്റ്സ് കോർ ആക്ടിവിറ്റി ആൻഡ് കോൺട്രാക്ടിങ് ഔട്ട് ദ റെസ്റ്റ്. ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്കുള്ള മറ്റു കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കേണ്ട മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ്സിൽ ലാഭം ക്രിയേറ്റ് ചെയ്യുക, സെയിൽസ് വർദ്ധിക്കുക, സെയിൽസ് വോളിയം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഫോക്കസിങ് അറ്റൻഷൻ. രണ്ട്, പ്രൊവൈഡ് ബെറ്റർ സർവീസസ് ആണ്. ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന വഴി നമ്മൾ സാധനം വിറ്റിട്ട് പിന്നെ അതിൻ്റെ പുറകെ സർവീസ് നടത്തി കഴിഞ്ഞാൽ ആ സർവീസേ നടക്കത്തുള്ളൂ. അപ്പം നല്ല സർവീസ് കൊടുക്കാൻ പറ്റും ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ. ഇറ്റ് ഹെൽപ്പ് ടു പ്രൊവൈഡ് എ ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ് ത്രൂ സ്പെഷ്യലൈസേഷൻ. കസ്റ്റമേഴ്സിന് സ്പെഷ്യലൈസേഷനിലൂടെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്. മൂന്ന്, കോസ്റ്റ് റിഡക്ഷൻ ആണ്, ചിലവ് കുറയ്ക്കാൻ പറ്റും. ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ, ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ടു. നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാവുന്നതാണ്. ദിസ് ഹാപ്പൻ ഡ്യൂ ടു ദ ഔട്ട്സോഴ്സിംഗ് പാർട്ണർ ആസ് ദേ ഡെലിവർ ദ സെയിം സർവീസ് ടു എ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് പാർട്ണർ കമ്പനി ഏതാണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, സെയിം സർവീസ്, നമുക്ക് തരുന്ന അതേ സർവീസ് തന്നെ പല ഓർഗനൈസേഷനായിട്ട് ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത, ഗ്രോത്ത് ത്രൂ അലയൻസ് ആണ്. ത്രൂ ഔട്ട്സോഴ്സിംഗ് ഫെയിം ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആർ റെഡ്യൂസ്ഡ്, ദെയർഫോർ ദേ ക്യാൻ എക്സ്പാൻഡ് റാപ്പിഡ്ലി. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് ഫെയിം ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആണ്. ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഫെയിമിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് ആർ റെഡ്യൂസ്ഡ്, ദെയർഫോർ ദേ ക്യാൻ എക്സ്പാൻഡ് റാപ്പിഡ്ലി. അപ്പോൾ ഇവിടെ ഈ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് വളരെ കുറയും. അങ്ങനെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് ആൻഡ് അലയൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത, എൻഹാൻസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്. ഔട്ട്സോഴ്സ് സ്റ്റിമുലേറ്റ് എൻ്റർപ്രണർഷിപ്പ്, എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഡ് ആണ്. ഔട്ട്സോഴ്സ് എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എൻ്റർപ്രണർഷിപ്പ്, പുതിയ സംരംഭകരാകുന്നതിനും, എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്ടാണ്, തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്നതിനും കയറ്റുമതിയൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. ഇതൊക്കെയാണ് ഒരു കമ്പനിക്ക് ഔട്ട്സോഴ്സിംഗ് ഉള്ള നേട്ടങ്ങൾ. കൺസേൺ ഓവർ ഔട്ട്സോഴ്സിംഗ് അല്ലെ ലിമിറ്റേഷൻ ഓഫ് ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിങ്ങിന് കുറേ പോരായ്മകളുണ്ട്. ഒന്ന്, കോൺഫിഡൻഷ്യാലിറ്റിയാണ്. ഇഫ് ദ ഔട്ട്സോഴ്സിംഗ് പാർട്ണർ ഡസ് നോട്ട് പ്രിസർവ് ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇറ്റ് ക്യാൻ ഹാം ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പാർട്ടി. അപ്പോൾ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാനും നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിൻ്റെ ഹാം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത് ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. രണ്ട്, സ്വീറ്റ് ഷോപ്പിംഗ് ആണ്. ആസ് ദ ഫേംസ് ദാറ്റ് ഔട്ട്സോഴ്സ് സീക്ക് ടു ലോവർ ദെയർ കോസ്റ്റ്, they try to get a maximum benefit from the low cost manpower of the host countries ആണ്. ഹോസ്റ്റ് കൺട്രീസ് ഏതാണോ ആ കൺട്രീസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഒരു മാൻ പവർ യൂസ് ചെയ്യാനായിരിക്കും കമ്പനികൾ ശ്രമിക്കുന്നത്. അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും, മാൻ പവർ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും, ക്വാളിറ്റി കുറഞ്ഞ സാലറി ആയിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി സർവീസ് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റി കാണില്ല സർവീസ് അത്രയും. അടുത്ത, എത്തിക്കൽ കൺസേൺ ആണ്. സംടൈംസ് ദ ഫെയിം മേ വയലേറ്റ് ദ എത്തിക്കൽ കൺസേൺ. ചില സമയങ്ങളിൽ ഫെയിം വയലേറ്റ് ചെയ്യും, സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, റൂൾസ് ചെയ്യണം. നമുക്ക് സർവീസ് തരാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുക, അതൊന്നും ചിലപ്പോൾ സർവീസ് തരണമെന്നില്ല. 24 മണിക്കൂർ സർവീസ് എന്ന് പറയും, നമ്മൾ ഒരാഴ്ച കാത്തിരുന്നാലും ചിലപ്പോൾ സർവീസ് കിട്ടണമെന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ സർവീസ് കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ പ്രോബ്ലംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ടു ഹോം കൺട്രീസിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു എന്നുള്ളത് പറയാം. ഇനി നമ്മൾ പറയാം
ട്രഡീഷണൽ ബിസിനസ് ഈ ബിസിനസ് തമ്മിലുള്ള വ്യത്യാസമാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ് അല്ലേ, ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈസിയാണ്. അടുത്തത് ലൊക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ, ആളുകൾക്ക് ഒരു വിധത്തിൽ വേണ്ട ട്രഡീഷണൽ ബിസിനസ് ആയാലും തുടങ്ങാൻ, എന്നാൽ നോട്ട് ഇമ്പോർട്ടൻ്റ്. ഈ ബിസിനസ്സിനകത്ത് ലൊക്കേഷൻ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ഹൈ ആണ്, ഈ ബിസിനസ്സിൽ ലോ ആണ്. പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസ് മോറാണ്, കാരണം നമ്മൾ വ്യക്തിപരമായി നമുക്ക് അടുപ്പം ഉണ്ടാവും, കാരണം നമ്മുടെ ഷോപ്പിൽ വന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് അവരുമായിട്ട് നല്ല പരിചയം ഉണ്ടാവും. മറ്റേടത്ത് ലെസ് ആണ് ഈ ബിസിനസ്. അടുത്ത എംപ്ലോയീസിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് സെമി സ്കിൽഡ് അൺസ്കിൽഡ് ആണ്. അൺസ്കിൽഡ് ആയിട്ടുള്ള ആളായാലും സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളായാലും നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിൽ എംപ്ലോയി ആയിട്ട് എടുക്കാം. ഈ ബിസിനസ് ആണെങ്കിൽ ടെക്നിക്കലി പ്രൊഫഷണലി സ്കിൽഡ് ആയിരിക്കും. സാങ്കേതിക വിദ്യയിൽ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എംപ്ലോയി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ട്രാൻസാക്ഷൻ റിസ്ക് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിൽ ലെസ് ആണ്, എന്നാൽ ഈ ബിസിനസ്സിൽ ഹൈ ആണ് അല്ലേ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര ചിലവ് കൂടുതലാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് ഹൈ ആണ്, എന്നാൽ ഈ ബിസിനസ് ലോ ആണ്. ഓപ്പർച്യൂണിറ്റി ഓഫ് ഫിസിക്കൽ പ്രീ സാമ്പിളിംഗ് ഓഫ് ദ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഓഫ് ഫിസിക്കൽ പ്രീ സാമ്പിളിംഗ് അവസരങ്ങളുണ്ട്, ഫിസിക്കൽ പ്രീ സാമ്പിളിങ്ങിനുള്ള അവസരങ്ങളുണ്ട് നമുക്ക്, അത് അവിടെ കൂടുതലാണ്. ഏതാ ഫിസിക്കലായിട്ട് പോയി കണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ട്രഡീഷണൽ ബിസിനസ്. ഈ ബിസിനസ്സിലാണെങ്കിൽ ലെസ് ആണ്. പിന്നെ ഈസി ഓഫ് ഗോയിങ് ഗ്ലോബലാണ്, ആ ബേസ് നമ്മൾ കമ്പനി ലെസ് ആണ്, ഗ്ലോബലി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ട്രഡീഷണൽ ബിസിനസ്. ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കരയോ അല്ലെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ ആയൂരൊക്കെ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണൂരൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ലെസ് ആണ്. മറ്റേടത്ത് പറയാൻ മച്ചാണ്, കാരണം വെച്ചാൽ അവിടെ ഒരു വൈഡ് ഗ്ലോബലി ഉള്ള രീതിയാണ് ഈ ബിസിനസ്. ഇതിൻ്റെ റെസ്പോൺസ് ടൈം അല്ലെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ലോങ് ആണ്, മറ്റേടത്ത് ഇൻസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ അത്രയും വായിച്ചു നോക്കാം. ഓക്കെ.